ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഈ ആഴ്ച എത്ര പേര് കല്യാണത്തിനൊക്കെ പോയി പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചു, നമ്മുടെ കസിൻസിനെയും നാട്ടുകാരെയൊക്കെ കണ്ട് നല്ല സന്തോഷമായിട്ടിരുന്നു. ഞാനാണെങ്കിൽ ഈ ആഴ്ച 2-3 കല്യാണത്തിന് പോയി സത്യം പറഞ്ഞാൽ മടുത്തു. പണ്ടൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ, പക്ഷെ ഇനി കല്യാണത്തിന് പോണം കേട്ടോ. പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ ആവുമ്പോൾ നല്ല രസമായിരുന്നേ. നമ്മളിങ്ങനെ കസിൻസും നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരെല്ലാം തലേ ദിവസം വരും, കുറേ നല്ല ഫുഡ് ഉണ്ടാക്കും. നമ്മളല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, അതെല്ലാം കഴിക്കും. പിന്നെ ഒരാൾ വീട്ടിൽ വന്ന് ഇതെല്ലാം ഫുഡ് കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ ഒരാൾ വരും. അപ്പൊ തലേ ദിവസം ഒരു 4 മണിയാവുമ്പത്തേനും പാത്രം പിടിച്ച് എല്ലാ പിള്ളേരും ഇങ്ങനെ ഓടി ഓടി കട്ട്ലേറ്റ് ഒക്കെ തിന്നാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? കല്യാണത്തിന് എല്ലാരും കല്യാണത്തിന്റെ ദിവസം ഒന്നെങ്കിൽ പള്ളിയിൽ ചെല്ലും, അല്ലെങ്കിൽ അമ്പലത്തിൽ ചെല്ലും, അല്ലെങ്കിൽ റിസപ്ഷൻ ആ ഹോളിലോട്ട് ഓടി ചെല്ലത്തുള്ളൂ അല്ലെ? അപ്പൊ ആ സമയത്ത് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മാഗ്നിസ്കേപ്സിന്റെ ബെഡ്ഷീറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് പോകണം കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ബെഡ്ഷീറ്റ് ആണല്ലോ കാണിക്കുന്നത്. അപ്പൊ ബെഡ്ഷീറ്റ് കാണിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ബെഡ്ഷീറ്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മുടെ കസിൻസിന്റെയും നമ്മുടെ കൂട്ടുകാരുടെയും നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ആൾക്കാരുടെയും ഒക്കെ കല്യാണമൊക്കെ കൂടുമ്പോൾ നമ്മൾ നല്ല സന്തോഷിച്ച് ആർമാദിച്ചൊക്കെ നടക്കുന്ന ദിവസങ്ങളല്ലേ. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഇപ്പം ഞാൻ പോകുന്ന കല്യാണമൊക്കെ അന്ന് രാവിലെ ഓടിപ്പോയി തല കാണിച്ചിട്ട് വരുന്നത്. പഴയ ആ സന്തോഷം ഉണ്ടോന്ന് ചോദിച്ചാൽ എല്ലാവരെയും കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, പക്ഷെ പഴയ ആ ഒരു സുഖം അങ്ങ് കിട്ടുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, ഇപ്പൊ കല്യാണത്തിന്റെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഓർക്കും. അവരൊക്കെ നമുക്ക് ഇങ്ങനെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടേക്കണം കേട്ടോ, ഇങ്ങനെയായിരുന്നു എന്നൊക്കെ. അതൊക്കെ വായിക്കാൻ ചില സമയത്ത് നല്ല രസമാട്ടോ. ചിരിച്ചിരിച്ച് മടുത്തു പോകുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് 2 കുഞ്ഞ് കുഷ്യൻ കവറ്, ഈ പില്ലോയുടെ മോഡലിലുള്ള കുഷ്യൻ കവറും പിന്നെ 2 പില്ലോ കവേഴ്സും കൂടെ വരുന്ന, ഇതിന് സിബ് ഒക്കെ വെച്ച് പില്ലോ കവേഴ്സ് ആണ്. പില്ലോ കവേഴ്സ് ഒക്കെ വരുന്ന ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ്, അതായത് ഒരു 5 പീസിന്റെ സെറ്റ് ആണ്. കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഇത് കണ്ടോ, നല്ല നല്ല ഇലയായിട്ടൊക്കെ വരും, നല്ല ഭംഗിയായിട്ടൊക്കെ വരും. നല്ല പിങ്ക് കളർ ഇലയും നല്ല ഗ്രീൻ ബ്ലൂ കളർ ഇലയൊക്കെ വരുന്ന നല്ലൊരു കിങ് സൈസ് സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ആട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് പ്ലസ് 2 പില്ലോയുടെ ചെറിയ പില്ലോ കവർ പ്ലസ് അതിനകത്ത് കുഷ്യനും ഉണ്ട് കേട്ടോ. അപ്പൊ 5 പീസ് ഉണ്ട് അതിനകത്ത് വരുന്നത്. അപ്പൊ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ അടിപൊളിയായിരിക്കും. അത് തന്നെയല്ല, നമ്മളിങ്ങനെ കസിൻസിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ ചില സ്ഥലത്ത് നിന്നൊക്കെ നല്ല നല്ല സ്വീറ്റ്സ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നേ. അങ്കിൾ ഇപ്പം ഇല്ല. അങ്കിൾ ആണെങ്കിൽ കോഴിക്കോട് നിന്നായിരുന്നു വരുന്നത്. അപ്പൊ കോഴിക്കോടൻ ഹലുവയുടെ പല കളേഴ്സ് കൊണ്ടുവരുന്നു. അപ്പൊ ഇങ്ങനെ ഓടിപ്പോയി ഇങ്ങനെ കൈ നീട്ടി നിൽക്കുമായിരുന്നു. ഒരു റെഡ് തരാമോ, ഒരു വൈറ്റ് തരാമോ എന്ന് ചോദിച്ചു. നല്ല രസമായിരുന്നു. അപ്പൊ ഇന്നത്തെ പിള്ളേരൊക്കെ അതൊക്കെ, ചില പിള്ളേർക്കൊക്കെ ഭയങ്കര ഭാഗ്യം അതൊക്കെ അനുഭവിക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ആ കാര്യത്തിൽ ഭയങ്കര ലക്കിയായിരുന്നേ. ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഒരു ബെഡ്ഷീറ്റ് ആട്ടോ. ഇത് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. നല്ല മത്തങ്ങയും നല്ല പൂവും നല്ല. ഈ മത്തങ്ങ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആദ്യം ഞാൻ എടുത്തപ്പോൾ ഞാൻ ഓർത്ത് ഈ ഫാബ്രിക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല എന്ന് കേട്ടോ. പക്ഷെ ഇപ്പൊ ഒരു മത്തങ്ങയുടെ ഒരു ഡിമാൻഡായി ഈ ഒരു സമയത്ത് മുഴുവൻ. നല്ല ഓറഞ്ച് കളറില് നല്ല ഒരു മത്തങ്ങയും നല്ല ഒരു പൂക്കളൊക്കെ ഉള്ള കിങ് സൈസിന്റെ നല്ല തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഹലുവയുടെ കാര്യമൊക്കെ ഓർത്തപ്പോ എന്നോട് ഒരാൾ പറയുവാണേ, പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ മുളക് ഹലുവയുണ്ടെന്ന്. ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ മുളക് ഹലുവ ഉണ്ടെന്ന്. അപ്പൊ ആ ഹലുവ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ അതും ഒന്ന് പരീക്ഷിക്കണം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അത് കഴിച്ചിട്ടില്ലെങ്കിൽ നല്ലതാണോ എന്നൊന്നും അറിയത്തില്ല. ഇവര് പറഞ്ഞു നല്ലതാണ്. അപ്പൊ അതുമൊക്കെ നമുക്ക് ഇങ്ങനെ കല്യാണ വീടുകളൊക്കെ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ന് കല്യാണത്തിനെ കുറിച്ച് പറയാന്ന് ഓർത്ത് കേട്ടോ. 2 ഭംഗിയായിട്ടുള്ള 2 പില്ലോ കവറോട് കൂടി വരുന്ന നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്.
ഇനി 2 വലിയ പില്ലോ കവേഴ്സോട് കൂടിയ കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. നല്ല തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. ഈ ബട്ടർഫ്ലൈ ഒക്കെ ഉള്ള 2 നല്ല പ്രിന്റ് ഒക്കെ ഉള്ള നല്ല ഒരു തിക്ക് കോട്ടൺ ആയിട്ടുള്ള ബെഡ്ഷീറ്റ് കേട്ടോ. ഇതെല്ലാം നല്ല തിക്ക് കോട്ടൺ ആണ്. കിങ് സൈസ് ആണ്. മെഷർമെന്റ് വന്നിട്ട് 100 × 108 ഇഞ്ചസ്. അതായത് നല്ല വലിയ കട്ടിലിന് നന്നായിട്ട് ടക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ബെഡ്ഷീറ്റ് ആണ്. റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇനിയുള്ളത് അടുത്ത ഡിസൈൻ കേട്ടോ. നല്ല മഞ്ഞ കളറും നല്ല പച്ച കളറൊക്കെ ഉള്ള നല്ല ഒരു ബെഡ്ഷീറ്റാണ്. നല്ല തിക്കായിട്ടുള്ള കോട്ടൺ. ഈ തലേദിവസം ആന്റിമാരുടെ കല്യാണ ദിവസം ആന്റിമാരുടെ ഒക്കെ ഏറ്റവും നല്ല സാരി ആരുടെയാ? എന്റെ സാരിയാണോ നിന്റെ സാരിയാണോ, ഏത് കളറാ നീ ഉടുക്കുന്ന, ഏത് മുല്ലപ്പൂവാ വെക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഡിസ്കഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നല്ല രസമാണ്. അപ്പൊ എല്ലാവരും ചില സമയത്തൊക്കെ കൊതിയൊക്കെ കുത്തും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പൊക്കെ കുത്തുന്ന ഒരു ദിവസമാണല്ലോ അത്. എന്റെ സാരിയെക്കാളും നല്ല നിന്റെ സാരിയാന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആന്റിമാർക്കൊക്കെ വിഷമമൊക്കെ വരുമല്ലോ. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള നല്ല അതൊക്കെ ഒരു തരം സ്നേഹമാട്ടോ. അതായത് മീൻസ് അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ദിവസങ്ങളാട്ടോ അത്. അതായത് വഴക്കൊന്നുമല്ല, നല്ല സ്നേഹത്തോടെ നിന്റെ സാരി നിനക്ക് നല്ലതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ നല്ല രസമല്ലേ. അപ്പൊ നല്ല ഭംഗിയുള്ള അടുത്ത കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ചെറുപയർ പച്ച കളറാണ്. സെന്റർ പോർഷൻ വന്നിട്ട് നല്ല ഒരു മഞ്ഞയും പച്ചയും എല്ലാം കളറാട്ടോ. അതിന് 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട്. ഇനിയുള്ള ഷീറ്റ് ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാ. നല്ല ഓറഞ്ച് കളറാട്ടോ. നല്ല ഓറഞ്ച് കളർ ബോർഡറിൽ നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്.